സ്വിഫ്റ്റ് CRDI ഇഞ്ചക്ടർ പുള്ളർ. ഇത് കമ്പനി OE ഡിസൈനിൽ നമ്മുടെ മാനുഫാക്ചർ ഇറക്കുന്ന CRDIയുടെ ഇഞ്ചക്ടർ പുള്ളറാണിത്. അപ്പൊ ഇതിന്റെ ഒരു റിജക്ഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇന്ന് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സാധാരണഗതിയിൽ 2 ഇഞ്ചക്ടർ ഒരുമിച്ച് ലോക്ക് ചെയ്ത് ഹാമർ ചെയ്യുന്ന രീതിയിലാണ് ഈ ഇഞ്ചക്ടർ പുള്ളർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ പൊതുവെ നമ്മുടെ ടെക്നീഷ്യന്മാരുടെ അഭിപ്രായ പ്രകാരം ഇത് അത്ര തന്നെ വിജയകരമായി വരുന്നതല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് ഒരെണ്ണം ചെയ്യുന്ന രീതിയിലാണ് ഇത് ചെയ്തത്. ഇത് തുടക്കത്തിൽ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നമ്മൾ സപ്ലൈ ചെയ്തിരുന്നു എങ്കിലും പിന്നീട് ഇതിന്റെ ടെക്നീഷ്യന്മാരുടെ അഭിപ്രായങ്ങൾ കേട്ട് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിനെ സപ്പോർട്ട് ചെയ്യാറില്ല. നമ്മൾ ആ ഓൾ ഇൻ വൺ ഒരു 9000 ലെവലിൽ വരുന്ന ഒരു ടൂളുണ്ട്, ഒരുവിധം എല്ലാത്തിന്റെയും പുള്ളി വന്ന കോമൺ ആയിട്ട് വരുന്നത്. അതിന് സിംഗിൾ ആയിട്ടാണ് വരുന്നത്. ഇതിപ്പോ ഇവര് കമ്പനിയുടെ മുൻ ഡിസൈനിൽ നിന്ന് വ്യത്യസ്തമായി എന്നാണ് തോന്നുന്നത്. അതായത് ഈ സാധനം നമ്മൾ മാളയിലത്തെ നമ്മുടെ സുബീഷന്റെ വർക്ക്ഷോപ്പിൽ കൊടുത്തതാണ്. അപ്പൊ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി അത് വളരെ താല്പര്യപൂർവ്വം വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് 2 എണ്ണം ഉപയോഗിക്കാൻ പുള്ളിക്കും താല്പര്യമില്ല, പോരില്ല എന്നുള്ള വിശ്വാസത്തിൽ അങ്ങനെ ഇത് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിലാണ് പുള്ളി മേടിച്ചത്. പക്ഷെ സപ്ലൈ കഴിഞ്ഞ് നമ്മൾ പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതിന്റെ ത്രെഡും കൂടി സൂട്ട് ആവണില്ല എന്ന് പറഞ്ഞ് പുള്ളി എന്നെ വിളിച്ച്. അപ്പൊ നമ്മളിത് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കത് റിട്ടേൺ എടുക്കേണ്ടി വരുന്നു. കാരണം കാശ് മുടക്കി വാങ്ങിച്ച ആളല്ലേ. അപ്പൊ അയാൾക്കത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പൊ കമ്പനിക്ക് ഈസി ആയിട്ട് ഇത് ഒരേ ത്രെഡിലായിരുന്നെങ്കിൽ ഈ റിജക്ഷൻ ഉണ്ടാവില്ലായിരുന്നു. കാരണം എല്ലാവർക്കും 2 എണ്ണം വെച്ച് പോരുന്നില്ല. പൊതുവെ CRDI ഒരു 70% മാത്രമേ നമ്മുടെ ഈ പുള്ളറിലൊക്കെ പോരാറുള്ളൂ. പലപ്പോഴും ഇതൊന്നും ശരിയായ രീതിയിൽ പോരുന്നില്ല എന്നുള്ളതൊരു വലിയ വാസ്തവമാണ്. പക്ഷെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറർ ഇത് ഉപയോഗിച്ച് നോക്കാന്നിട്ടാണോ എന്താണോ എന്നറിയില്ല. ഇത് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ടൂള് സിംഗിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കായി. അപ്പൊ അങ്ങനെ ഈ ടൂള് റിജക്ഷനായി. 2 എണ്ണം ഒരുമിച്ച് പോരുന്നില്ല എന്നാണ് പുള്ളി പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും 2 എണ്ണം ഒരുമിച്ച് അടിച്ച് ഊരി എടുത്തിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ അത് പങ്കുവെക്കണം. അതേപോലെ തന്നെ ഇത് സിംഗിൾ ആയിട്ട് തന്നെ വരുന്നതാണ് നല്ലത് എന്നുള്ളതാണ് പൊതുവെ ഉള്ള അഭിപ്രായം. കാരണം മെക്കാനിക്കലി നമ്മളത് റിമൂവ് ചെയ്യുമ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. പൊതുവെ ഞങ്ങള് നമ്മളുടെ ഈ ടൂളിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മൾ എപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മൾ മെക്കാനിക്കൽ അയക്കണമെങ്കിൽ സിംഗിൾ ആയിട്ട് വരുന്ന ആ കോമൺ ടൂൾ കിറ്റിനെയും അതല്ലെങ്കിൽ ഹൈഡ്രോളിക് സിസ്റ്റത്തിനെയാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. അതായിരിക്കും കുറച്ചും കൂടി സൗകര്യം. പക്ഷെ ഹൈഡ്രോളിക് എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റില്ല. കാരണം ഇഞ്ചക്ടർ പുള്ളിയാന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഗറാഷിൽ എപ്പോഴും വരുന്ന ആവശ്യമല്ല. അപ്പൊ ഇത്തരം ടൂളുകൾക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇതിന്റെ വിജയ സാധ്യത എത്രയാണെന്നൊന്ന് നിങ്ങൾ കമന്റ് ബോക്സിലിട്ട് അറിയിച്ചാൽ നന്നായിരിക്കും.